ഹായ് ഹലോ. ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഈ അനന്തപുരിയിൽ ഇപ്പോൾ ചെറിയൊരു സംഘർഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നയന തൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. ഇനി എന്തായാലും തന്നെ സ്വീകരിക്കുമ്പോൾ ഒരു ഭാര്യയായിട്ട് മരുമകളായിട്ട് തന്നെ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ തിരിച്ചു വരത്തുള്ളൂ എന്നൊരു വാശിയാണ് നയനയ്ക്ക്. അതിൻ്റെ കൂടെ തന്നെ മെയിനായിട്ട് നന്ദുവിൻ്റെ രഹസ്യങ്ങളും കൂടി കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നയന പോയിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ കനകയോട് ജയൻ സംസാരിക്കുകയാണ്. എന്തായാലും അത് ആദർശിന്റെ കുറ്റമല്ല. ഇപ്പോൾ ആദർശ് ഫോളോ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നോക്കുന്നതും എന്റെയും മുത്തശ്ശന്റെയും സ്വഭാവം പോലെയാണ്. ആദർശം എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്വത്തോടെ ഫോളോ ചെയ്യുന്നത് ഞങ്ങളുടെ സ്വഭാവമാണ്. പക്ഷേ പണ്ട് കുഞ്ഞിനെ ആദർശിന് വയ്യാതിരുന്ന സമയത്ത് ഉറക്കമൊന്നും ഇല്ലാതെ ദേവേനെ അത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവനെ നോക്കിയത്. ആ ഒരു വയ്യാതിരുന്ന സമയത്ത് അവനെ അത്രത്തോളം കെയർ ചെയ്തുകൊണ്ട് ദേവയാനിയോട് അവന് ഒരുപാട് ഇഷ്ടമുണ്ട്. ആ ഒരു ഇഷ്ടമാണ് എപ്പോഴും അവനിൽ ഒരു തടസ്സം ഉണ്ടാക്കുന്നത്. തൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും നയനെ ഇഷ്ടമല്ല, നയനെ സ്വീകരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് താൻ നയനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അമ്മ പിണങ്ങി പോകുമോ, അമ്മ എന്നെ വിട്ടു പോകുമോ എന്നൊരു സങ്കടം ആദർശിന്റെ മനസ്സിലുണ്ട്. അത് മാറണം. ഇപ്പോൾ ആ ഒരു സ്നേഹമാണ്, ആ ഒരു മാതൃസ്നേഹമാണ് ആദർശിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആ ഒരു മാതൃസ്നേഹം കുറച്ചുകൂടി ആ ഒരു മാതൃസ്നേഹം കരുവാക്കിക്കൊണ്ട് അവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ദേവയാനിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ, നയന അവിടെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ നയനയുടെ വില എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് ജയൻ പറഞ്ഞപ്പോൾ കനയ്ക്കും സന്തോഷം തോന്നി. ഇപ്പോൾ ഒരു സങ്കടം നയന അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് സന്തോഷത്തോടെ ഒരു നല്ല ജീവിതം കിട്ടുമല്ലോ എന്നൊരു സന്തോഷത്തിലാണ് കനക പോകുന്നത്. അങ്ങനെ ഈ ഒരു സംസാരങ്ങൾ നിൽക്കുന്ന സമയത്തും എങ്ങനെയെങ്കിലും നയനെ ഇവിടെ കൊണ്ടുവരണം. അതിന് മുത്തശ്ശനും മുത്തശ്ശിക്കും മാത്രമേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ആദർശ് നേരെ മുത്തശ്ശന്റെ റൂമിലോട്ട് ചെല്ലുമ്പോൾ മുത്തശ്ശന്റെ കയ്യിൽ എണ്ണയൊക്കെ ഇട്ട് തടവി കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു മുത്തശ്ശി. സാധാരണ നയന ഉണ്ടായിരുന്ന സമയത്ത് ഇതെല്ലാം എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്നത് നയനയാണ്. പക്ഷെ ഇപ്പൊ നയന ഇല്ലാത്തത് കൊണ്ട് തന്നെ നയന ചെയ്യേണ്ട ആ ജോലികൾ പോലും ഇപ്പൊ മുത്തശ്ശിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുത്തശ്ശിക്ക് ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നയനെ വിളിച്ചുകൊണ്ട് വന്നൂടെ, നയനെ വിളിച്ചിട്ട് ഇവിടെ കൊണ്ട് നിർത്ത്, അതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയോടും ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിക്കും ആദർശിന്റെ ആ ഒരു സംസാരത്തിൽ നിന്നും ആദർശിന്റെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നെല്ലാം മനസ്സിലായി ആദർശിന് നയന ഇല്ലെങ്കിൽ പറ്റത്തില്ല, അല്ലെങ്കിൽ ആദർശിന് നയനയെ വേണം, ഇല്ലെങ്കിൽ അവന്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്തായാലും ഞങ്ങളായിട്ട് അവളെ വിളിച്ചോണ്ട് വരുന്നില്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ പോയി വിളിക്ക്, അല്ലാതെ മോൾ അവിടെ നിൽക്കട്ടെ, മോൾക്ക് അവിടെയാണ് സന്തോഷമെങ്കിലും മോൾ അവിടെ നിൽക്കട്ടെ എന്ന് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മുത്തശ്ശിയുടെ അടുത്തും തന്റെ ആ ഒരു ഐഡിയ ചീറ്റിപ്പോയി. അതുകൊണ്ട് ഇനി നടക്കത്തില്ല, ഇനി നേരെ വെച്ച് പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് പോകുന്നുണ്ട്. അങ്ങനെ നേരെ ആദർശ് ചെന്ന് റൂമിൽ നോക്കുമ്പോൾ അമ്മ കിടന്ന് ഉറങ്ങുവാണ്. അപ്പൊ അമ്മയെ തട്ടി വിളിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ എന്താ ഉറക്കണിക്കാത്ത, സമയം 8 മണിയായി, എല്ലാവരും ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നില്ലേ? അപ്പോൾ ഉടനെ തന്നെ ദേവയാനി കിടന്ന് ദേഷ്യപ്പെടുവാണ്. നിനക്ക് നേരത്തെ വിളിച്ചുവിടായിരുന്നു, എന്നാൽ ഞാൻ എല്ലാ ആഹാരങ്ങളും ഉണ്ടാക്കി വെക്കൂലായിരുന്നു, ഈ സമയത്താണ് നീ വന്ന് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. അപ്പൊ ആദർശ് ചോദിച്ചത് അമ്മയ്ക്ക് തലവേദന എന്നും പറഞ്ഞാണ് അമ്മ കിടന്ന് ഉറങ്ങിയത്. ഈ ഒരു 8 മണിക്ക് വിളിച്ചിട്ട് പോലും അമ്മ എന്നോട് ചാടിക്കടിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ വിളിച്ചിരുന്നുവെങ്കിൽ അമ്മ വീണ്ടും ദേഷ്യപ്പെടത്തില്ലേ, അമ്മയ്ക്ക് തലവേദന കൂടത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് നയനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നൂടെ, നയനെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവിടെ ദേവയാനി പറഞ്ഞത് ഇനി എന്തായാലും എത്ര കഷ്ടപ്പെട്ടാലും ഞാനിനി അവളെ വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നില്ല, ഇനി ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പോവാണ്, അവൾ ഇനി എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഞാനൊരു വാശിക്കാണ് ഈ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമാക്കണം, അതുകൊണ്ട് നയന വരേണ്ട ആവശ്യമില്ല, ഇത്രയും നാളെ എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അതുപോലെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊരു വാശിയിലാണ് ദേവയാനി. അങ്ങനെ ദേവയാനി നേരെ അടുക്കളയിൽ ചെല്ലുമ്പോൾ ആദർശനുള്ള കാച്ചി എണ്ണയൊക്കെ ഉണ്ടാക്കി കനക നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിലും കനകയോട് ചെറുതായിട്ട് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് സംസാരിക്കുമ്പോഴും കനക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നലെ ഒരു ദിവസം ആ ഒരു പാതിരാത്രി 10 മണി വരെ നിന്ന് ജോലി ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് ഈ ഒരു സമയത്താണ് എണീറ്റത്, അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇതുപോലെയാണ് എൻ്റെ നയനയും. രാവിലെ 4:30 അവൾ എണീക്കും, 4:30 എണീറ്റ് ഈ വീട്ടിലെ സകല ജോലികളും നോക്കി എല്ലാവരുടെ കാര്യങ്ങളും നോക്കി രാത്രി 10 മണിയാകുമ്പോഴാണ് അവൾ കിടന്ന് ഉറങ്ങുന്നത്. എന്നിട്ട് അവൾ ആരോടും ഒരു കുറ്റവും പറഞ്ഞില്ല. അപ്പൊ പിന്നെ വില മനസ്സിലാവട്ടെ എന്നാണ് കനകയും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നേരെ ദേവയാനി പോയി എന്തായാലും രാവിലത്തെ കാപ്പിയെല്ലാം റെഡിയാക്കി കനക തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഉച്ചത്തേക്കുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് നേരെ ജലജയോട് പോയി സംസാരിക്കുന്നുണ്ട്. ജലജയെ നീ എണീക്കുന്നില്ലേ? പക്ഷെ ജലജയ്ക്ക് ഭയങ്കര ക്ഷീണമാണ്. അവസാനം ഇനിയിപ്പോ നയന വന്നേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ജലജയും. അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമാധാനം കാണുമല്ലോ എന്നുള്ളൊരു രീതിയിലാണ് ജലജയുടെ മനസ്സിലും. അവൾ എന്നാ വന്നാൽ മതിയായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ കനക ആ കാച്ചി എണ്ണയൊക്കെ കൊണ്ട് ആദർശിനെ കൊണ്ട് കൊടുക്കുമ്പോൾ ആദർശിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ദേവയാനി വരുമ്പോഴത്തേക്കും കനക ആദർശനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ കനക ആദർശനോട് ചോദിക്കുകയാണ്, നയനമോൾ വന്നിരുന്നുണ്ടെങ്കിൽ നിനക്ക് കാച്ചി എണ്ണയൊക്കെ കിട്ടുമായിരുന്നില്ലേ? ഇനിയിപ്പോൾ മോളില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അമ്മ ഒരുപാട് നാൾ അടുക്കളയിൽ കയറിയത് കൊണ്ടാണ് അമ്മയ്ക്ക് ബുദ്ധിമുട്ട്. അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ദേവയാനി വന്ന് ആദർശനോട് സംസാരിക്കുമ്പോഴും ആദർശ് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നയനെ വിളിച്ച് വരുത്തിക്കൂടെ? ഇനി ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താണ്? പക്ഷേ വാശി എന്ന് പറഞ്ഞാൽ ദേവയാനിയുടെ വാശിയാണ്. നയനയൊട്ട് വിളിക്കത്തുമില്ല, പക്ഷെ താനൊട്ട് ജോലിയും ചെയ്യത്തില്ല. ആ ഒരു രീതിയിലാണ്. നയന വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ആധിപത്യം സ്ഥാപിക്കും എന്നുള്ളൊരു ഒരു ചിന്തയിലാണ് നയന വരണ്ട, അവൾ ഇനി വരേണ്ട ആവശ്യമില്ല, അവളെ ഇവിടെ വേലക്കാരിയായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്, എന്തായാലും അവൾ വരേണ്ട ആവശ്യമേ ഇല്ല, എന്റെ ജോലികൾ എനിക്ക് കറക്റ്റായിട്ട് നോക്കാൻ അറിയാം. പക്ഷേ തന്റെ ആ ഒരു വേദനയും ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് വീട്ടിലെ ജോലിയും ചെയ്യണം. അങ്ങനെ രണ്ടും കെട്ട സ്ഥിതിയിലാണ് ദേവയാനി നിൽക്കുന്നത്. എന്തായാലും തന്റെ വാശി ഒട്ടും വിട്ടുകൊടുക്കാൻ പറ്റാതെ ദേവയാനി ദേഷ്യപ്പെട്ട് പോകുമ്പോഴും ആദർശിന്റെ മനസ്സിൽ നയന വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ താളം തെറ്റും എന്ന് ആദർശിന് നല്ലതുപോലെ പൂർണ്ണമായിട്ട് മനസ്സിലായി. കാരണം രാവിലെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോരുത്തരുടെ കാര്യങ്ങളും കറക്റ്റ് എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടും ചെയ്യുന്നത് നയനയാണ്. പക്ഷെ നയന പോയതിനു ശേഷം എല്ലാവരുടെയും കാര്യങ്ങളും ഇപ്പോൾ താളം തെറ്റി നിൽക്കുകയാണ്. അങ്ങനെ നേരെ ആദർശ് നയനെ വിളിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശിനെ വിളിച്ചത്. പക്ഷേ ഇവിടെ അമ്മയ്ക്കും എല്ലാവരും നല്ല ബുദ്ധിമുട്ടിലാണ്. ഇവിടെ ജോലി ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ വാ എന്നാണ് ആദർശ് പറഞ്ഞത്. എന്നാൽ അവിടെ നയന കൊടുത്ത മറുപടിയാണ് നല്ല കിടിലൻ മറുപടി. നയന പറയുകയാണ്, എനിക്ക് അവിടെ ഇനി ജോലിക്കാരിയുടെ പോസ്റ്റ് തരാനായിട്ടാണെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഞാൻ ഇനി അങ്ങോട്ട് വരുന്നുമില്ല. എനിക്ക് ജോലിക്കാരിയുടെ പോസ്റ്റ് വേണ്ട, എനിക്ക് ഒരു ഭാര്യയുടെ ഒരു മരുമകളുടെ പോസ്റ്റ് ആണെങ്കിലേ നീ ഇനി അങ്ങോട്ട് വരത്തുള്ളൂ. അപ്പൊ ആദർശനും വാശിയായി, അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഇനി എന്തായാലും അത് ഉടനെ ഒന്നും കിട്ടാൻ പോകുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്നില്ല, അതിന്റെ കാര്യം പറഞ്ഞ് ഇനി വിളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ട് നിന്നോളാം എന്ന് പറഞ്ഞ നയന കോൾ കട്ട് ചെയ്തു. അപ്പൊ പിന്നെ എന്തായാലും ഇനി ആദർശിന്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇനി ആദർശിന് തന്റെ ആ ഒരു ആദ്യത്തെ ശ്രമവും തന്നെ പരാജയപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ടൈമിന് വന്നിരിക്കുന്നുണ്ട്. കനക ഉണ്ടാക്കിയത് കൊണ്ട് എല്ലാവർക്കും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കറക്റ്റ് സമയത്തിന് കഴിക്കാൻ പറ്റി എന്നൊരു സംസാരം കൂടി നടക്കുന്നുണ്ട്. ദേവയാനി ജലജയൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയും വന്നു, എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കനകയാണ് ആഹാരം ഉണ്ടാക്കിയത് എന്ന് പറയുവാണ്. എന്നാൽ കനകയുടെ ആഹാരം ഉണ്ടാക്കരുത് എന്നല്ലേ പറഞ്ഞത്? എന്തായാലും ദേവയാനി ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം, പക്ഷെ ചെറിയൊരു ക്ഷീണമുണ്ടെന്നൊക്കെ സംസാരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ജയൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വായിക്ക് രുചിയായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കനക ഉണ്ടാക്കിയത് കൊണ്ട് കുറച്ച് സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയും ജലജയും കളിയാക്കുവാണ്. അങ്ങനെ ദേവയാനിയും ജലജയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അച്ഛനും അമ്മയ്ക്കും നയനെ വിളിച്ചുകൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വന്നോ, എനിക്ക് വേറെ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ തന്റെ വാശി വിട്ടുകൊടുക്കാനായിട്ട് അവർ തയ്യാറായില്ല. അപ്പോൾ മുത്തശ്ശിയും പറയുകയാണ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ നയനയുടെ വീട്ടിലോട്ട് പോകും, അവിടെ കുറച്ച് കല്യാണം വിളിക്കാനുണ്ട്, കല്യാണം വിളിച്ചതിന് ശേഷം നയനയും കണ്ടിട്ടേ വരത്തുള്ളൂ. അപ്പൊ ആദർശ മനസ്സിൽ പറയുവാണ്, മുത്തശ്ശൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നയനയും വിളിച്ചോണ്ട് വരും. ദേവയാനിയും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പോകുമ്പോൾ ഇവിടെ നയനെ വിളിച്ചോണ്ട് വരാനായിട്ട് പോവേണ്ട ആവശ്യമില്ല, അവളെ വിളിച്ചോണ്ട് വരേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയണം, മുത്തശ്ശന്റെ ഇഷ്ടമാണെങ്കിൽ മുത്തശ്ശൻ വിളിച്ചോണ്ട് വന്നോട്ടെ, ഒരു കുഴപ്പമില്ല, നയന വരുവാണെങ്കിൽ വന്നോട്ടെ, ഇനിയിപ്പോ ഇവിടെ അവള് വന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഓരോരുത്തരുടെ കാര്യങ്ങൾ മുടങ്ങേണ്ട ആവശ്യമില്ല എന്ന് ആദർശ് പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുവാണ്, ഞാൻ നയനെ വിളിച്ചോണ്ട് വരുന്നില്ല. അതോടുകൂടി എല്ലാവരുടെയും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നയന അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ താളം തെറ്റി എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റ ബൈ.